എല്ലാ മശായിഖന്മാരുടെ തോളുമ്മൽ ഏകൽ അരുളാലെ എൻ്റെ കാലെന്നോവർ. എന്തു പറഞ്ഞാലും ഏകൽ അരുളാലെ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവൻ ചെയ്തു തന്നതനുസരിച്ച്, അവൻ്റെ വിധിയനുസരിച്ച്. ഇതാണ് ഔലിയാക്കൾ. അള്ളാഹുവിനെ തള്ളിയിട്ട് ഞങ്ങളുടെ കൂടെ വരിക എന്നതല്ല ഔലിയാക്കൾ. അത് അവരെ പറ്റി പറയുന്ന, പ്രചരിപ്പിക്കപ്പെടുന്ന വെറും വൃത്തികെട്ട ആരോപണങ്ങൾ മാത്രമാണ്. വല്ലദീന യഉദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബൂ വഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇസ്മം മുബീനാ. ചെയ്യാത്ത കാര്യങ്ങൾക്ക് മുഅ്മിനീങ്ങളെപ്പറ്റി അപരാധം പറഞ്ഞ് അവർ മുബ്തദികളാണെന്നും അവർ കാഫിറുകളാണെന്നും അവർ മുശ്രിക്കീങ്ങളാണെന്നും ആരോപണം പറയുന്ന ആളുകൾ ഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇസ്മം മുബീനാ, അവർ വലിയ കളവിനെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്, വലിയ തെറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ പഠിപ്പിക്കുന്നു. മഹാത്മാക്കളെ ആദരിച്ചതിൻ്റെ പേരിൽ ബിദ്അത്തും ശിർക്കും കുഫറും പറഞ്ഞ് അവരെ തള്ളിവിടുന്ന ലോകത്താണ് നിങ്ങളുള്ളത്, ഞാനുള്ളത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു ലഘുലേഖ വന്നാൽ നാം അത് വായിച്ച് ഞാനിൻ്റെ റാത്തീവിനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ നമ്മുടെ സൂര്യ സംസാരിച്ച് വന്ന്, ഇപ്പോൾ ഒരാൾ പറഞ്ഞതാ ഇവിടെ പള്ളിയിൽ യാക്രമെന്ന് ചെല്ലരുത്, പള്ളിയിൽ യാക്രമം ചെല്ലരുത്. ഒരു പടുജാഹിൽ, വേറൊരു പടുജാഹിൽ പറഞ്ഞാൽ എന്താ, ആ പടുജാഹിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ചൊരു പടുജാഹിലാണ്. അയാളെന്ത് പറഞ്ഞു? എന്താ ഉസ്താദെ, മൊയ്തീൻ കാക്കണേ, മടവൂരയെ കാക്കണേ, അള്ളാഹിനോടല്ലേ ഇതൊക്കെ പറയേണ്ടത്? ഇത്രയും കാലം അവരെന്തിന് സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടന പറഞ്ഞു നടന്നു? അവൻ പഠിച്ചില്ല. അവൻ ചോറ് കൊടുത്തു, ആലിമീങ്ങളെ താമസിപ്പിച്ചു, അവനിത് പഠിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇത് പഠിക്കണം. നമ്മൾ പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ജഹാലത്ത് കൊണ്ട്, മറ്റുള്ളവർ മുതലെടുത്തുകൊണ്ട് നമ്മളെ വഴിതെറ്റിച്ച് കളഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കൈകടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് സുൽത്താനുൽ ഉലമയ്ക്ക് അടുത്ത കാലം വരെ 2.5 മണിക്കൂർ ദീർഘമായ വഅള്, അത് ഞാൻ കേട്ടു, നിങ്ങൾ കേട്ടു. സംഘടിപ്പിച്ച ആളുകൾ കടത്തിലായി, കസേരയുടെ വാടക കൊടുക്കാൻ കാശില്ല. പക്ഷേ എന്താ ഉസ്താദേ, കടവായെങ്കിൽ എന്താ, പരിപാടി ഉഷാറായില്ലേ, നല്ല ഈമാൻ കിട്ടുന്ന വഅള് കിട്ടിയില്ലേ, എല്ലാവർക്കും സന്തോഷമായി. ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ഒന്നെങ്കിലും മഴയായിരിക്കും. ഒരാൾ 5 മിനിറ്റ്, മറ്റേ 2 വാക്കെന്ന്, ഞാൻ പറഞ്ഞ അയാൾ 4 വാക്ക് പറഞ്ഞു, 2 വാക്കെന്ന് പറഞ്ഞ് പ്രസംഗം ഇല്ല, വഅളില്ല, ജനങ്ങൾ പഠിക്കുന്നില്ല. പഠിക്കാതെയാകുമ്പോൾ നമ്മെയല്ല നമ്മുടെ ഈമാൻ കവർന്നുകൊണ്ട് ശത്രുക്കൾ പോകുന്ന അവസ്ഥയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ജീലാനിയാണ്ടും വിപുലമായി നല്ല ഹാളിൽ വയസ്സായ ആളുകൾക്ക്, എന്നെപ്പോലത്തെ ആൾ കുടിക്കാനും തിന്നാനും ഇടക്കുമല്ല അപ്പോൾ വല്ല ഈത്തപ്പഴമൊക്കെ തന്നുകൊണ്ട്, ജമാൽ സാറിനെ പോലത്തെ ആളെ കസേലിരുന്ന് റാഹത്തായിട്ട് ഇരുന്നു കൊണ്ട് വഅള് കേൾക്കുന്ന വലിയ പരിപാടിയായി നടത്തണം. ഇപ്പോൾ ഒരു ജാഹിലി നമ്മുടെ ആലപ്പുഴ ലജ്നത്ത് 82 കൊല്ലമായി നടത്തുന്ന നബിദിന റാലിയ. അവർ ഒഴിച്ചുകൂട്ടി യോഗത്തിൽ ഒരു ജാഹിൽ പറഞ്ഞു. ഏത് ജാഹില? നമ്മുടെ മദ്രസയുടെ പ്രസിഡന്റ് അയാൾ. ആ ജാഹിൽ നമുക്ക് വയനാട്ടിൽ മരിച്ചു അയാൾക്ക് അനുശോചനം പറയാം, നബിദിന റാലി വേണ്ട. അതിനേക്കാൾ വലിയ ജാഹിലിയങ്ങളുടെ സദസ്സാണ്. അവരെല്ലാം കൂടി കൈവക്കി നബിദിന റാലി വേണ്ടാന്ന് തീരുമാനിച്ചു. എടാ, ദീനിൻ്റെ ഒരു കാര്യം വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ആലിമിനോട് ചോദിക്കുന്നൊരു പാരമ്പര്യത്തിന് വേണ്ടേ? ഞാനും ആറ്റക്കോയതങ്ങളും കാറും എടുത്ത് എല്ലാ മഹലിലും പോയി കഴിഞ്ഞപ്പോൾ മഹല്ലുകാരെല്ലാം ഉണർന്ന് നടത്തിയേ തീരുമെന്ന് വന്നപ്പോൾ പിന്നെ ആശാൻ പറഞ്ഞു ഞങ്ങൾ നടത്തിക്കോളാം. ആയിക്കോട്ടെ, അതും അൽഹംദുലില്ലാ. നമ്മൾ പിന്നെ വേറെ നടത്താൻ നിന്നില്ല, അവരൊക്കെ നടത്തുക വേണ്ടത്. അപ്പം ആര് പറയും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ആദർശമില്ല? അവരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമായി തീരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം, നമ്മുടെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ പരിസരത്ത് ഒരു കള്ളുകുടിയൻ കള്ളുകുടിച്ച് മതോന്മത്തനായി കൊട്ടിപ്പാട്ട് നടത്തുന്നു. VIP-കളായ ഇമാമുൽ ആദം താമസിക്കുന്ന ഏരിയ, വലിയ വലിയ ഉമറാക്കൾ താമസിക്കുന്ന ഏരിയ, വലിയ കൊട്ടിപ്പാട്ട് കേട്ടു. എന്താണ്? അവൻ കള്ളുകുടിയനാണ് അവിടെ താമസിക്കുന്നത്. അവൻ കള്ളുകുടിച്ച് മതോന്മത്തനായി ഓടിച്ചാടി പാടുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇമാമുൽ ആദമിന് സങ്കടമായി. ഇമാമുൽ ആദം അവനെ നന്നാക്കണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞുപോയി.
കുറേ ദിവസം കഴിഞ്ഞ് ഇമാമുൽ ആദം വരുമ്പോൾ ആ ഒച്ചപ്പാട് കേൾക്കുന്നില്ല, ആ കൊട്ടിപ്പാട്ട് കേൾക്കുന്നില്ല. ഇമാമുൽ ആദം ചോദിച്ചു, പടച്ചവനെ, നമ്മുടെ അയൽവാസിക്ക് എന്ത് സംഭവിച്ചു? ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലല്ലോ. ആളുകൾ പറഞ്ഞു, ഇമാം അവറുകളെ, അവനെ ഇന്നലെ പോലീസ് വന്ന് തൂക്കിക്കൊണ്ടുപോയി. ഈ VIP ഏരിയയിൽ വീടെടുത്ത് വെച്ച് അവനിങ്ങനെ കള്ളു കുടിച്ച് മതോന്മത്തനായി പാടുന്നത് അസഹ്യമായി. അങ്ങനെ ഇമാമുൽ ആദമിനോട് പറയുന്നു, പോലീസ് അവനെ തൂക്കിക്കൊണ്ടുപോയി. ഇത് കേട്ടപ്പോൾ അഷ്റഫ് സഖാഫി, ഈ സഖാഫി, ഇദ്ദേഹം ഗവൺമെൻറ് കോടതി ജോലിയുള്ള സഖാഫി, ജഡ്ജിയാനും സാധ്യതയുണ്ട്, അള്ളാഹു ഉയർച്ച നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകൾ ഓരോരുത്തരെയും പറഞ്ഞ് നന്നാക്കണ്ടേ? ഇമാമുൽ ആദം നോക്കുമ്പോൾ ഇവൻ്റെ പാട്ട് കേൾക്കുന്നില്ല, അവനെക്കുറിച്ച് അന്വേഷിച്ചു. അവൻ ജയിലിലാണെന്നറിഞ്ഞപ്പോൾ സുബഹി വരെ കാത്തിരുന്ന് നിസ്കരിച്ച് ഉടനെ ഇമാമുൽ ആദം പോകുന്നു ജയിലിലേക്ക്. ജയിൽ ചെന്നപ്പോൾ കയ്യും കെട്ടി നിൽക്കുന്നു തൻ്റെ അയൽവാസിയായ കള്ളുകുടിയൻ. ആ മതപ്രബോധനത്തിൻ്റെ തൻ്റെ ബാധ്യതയെക്കുറിച്ച് ഓർമ്മയുള്ള ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്നപ്പോൾ ഈ കള്ളുകുടിയൻ പാട്ടുപാടുകയാണ്, അല്ലാഊനി വഅയ്യ ഫതൻ അല്ലാഊ ലിയൗമിൻ കരീഹത്തിൻ വസിദാദി സഗ്രി. അവൻ പിന്നെയും പാടി, അല്ലാഊനി വഅയ്യ ഫതൻ അല്ലാഊ ലിയൗമിൻ കരീഹത്തിൻ വസിദാദി സഗ്രി. കൈകടിക്കുന്ന ഒരു ദിവസത്തിലേക്ക്, വളരെ മോശപ്പെട്ട ശിക്ഷയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എന്നെപ്പോലെയുള്ള എത്ര ചെറുപ്പക്കാരെയാണ് നിങ്ങൾ പാഴാക്കി കളഞ്ഞതെന്ന് കള്ളുകുടിയൻ പാടിയപ്പോൾ ഇമാമുൽ ആദം ലോകത്തെ കിടുകിടെ വിറപ്പിച്ച ഇൽമിൻ്റെ കേദാരമായ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നുമകനെ, പൊരുത്തപ്പെടണം, ഞങ്ങൾക്ക് കുഴപ്പം പറ്റിയതാണ്, നിന്നെ ഉപദേശിക്കാൻ പറ്റിയില്ല. ഇമാമുൽ ആദം ജയിൽ സന്ദർശിച്ച കാരണം കൊണ്ട് ജയിൽ പുള്ളികളായ എല്ലാ ആളുകൾക്കും രാജാവ് അവർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് അവരെല്ലാവരെയും മോചിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ റസായിലു തിസ് എന്ന ചെറിയ കിതാബിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വഹാബിയായി പോയാൽ, മൗദൂദിയായി പോയാൽ, മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്നവനായി പോയാൽ അതിൻ്റെ പകുതി ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ, അമ്മമാർ, പെരിയമ്മമാർ ഇവിടെയുണ്ട്. അവരൊക്കെ പഠിക്കണം, നീ ആദർശം പഠിക്കണം, മക്കളെയും പേരമക്കളെയും പഠിപ്പിക്കണം. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നബിയാണ്. ആ ഈസാ നബിയാണ് നമ്മുടെ ചേട്ടന്മാരുടെ മക്കൾ എന്ത് ചെയ്തത്? ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞു. ഖുർആൻ എന്ത് പറഞ്ഞു? വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. അല്ലാഹുവിന് സന്താനോൽപാദനമുണ്ടെന്ന് പറഞ്ഞ ആളുകളെ താക്കീത് ചെയ്യാനുമാണ് ഈ ഖുർആൻ ഇറങ്ങിയത്. സൂറത്തുൽ കഹ്ഫിൽ കാണാം അള്ളാഹുവിൻ്റെ വിമർശനം. പടച്ചവന് മക്കളുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന് വളരെ ദേഷ്യമുള്ള ഒരാരോപണമാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്കൊരു വിവരവുമില്ല. വലാ ലിആബാഇഹിം, അവർ തന്തമാർക്കും വിവരമില്ല. കബറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് വന്ന ആ വാക്ക് വളരെ മോശം. ഇൻ യഖൂലൂന ഇല്ലാ കദിബ, കളവല്ലാതെ ഇവർ പറയുകയില്ല. ഖുർആനിൻ്റെ വിമർശനം അങ്ങനത്തെ കാര്യമാണ്. ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറയുന്ന ആരോപണം. മുഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിനെ കളഞ്ഞിട്ട് നമ്മുടെ ആളായിക്കോ എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ആരോപണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു, സൂറത്തു ആലു ഇമ്രാനിൻ്റെ, സൂറത്ത് മാഇദയുടെ 116 ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇദ് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മർയമ അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ. അള്ളാഹുവിനെ കളഞ്ഞിട്ട് എന്നെയും എൻ്റെ ഉമ്മയായ
മകളായ മറിയമിനെയും നിങ്ങൾ പടച്ചവനാക്കണമെന്ന് ഈസാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല മഹ്ശറിൽ അവരോട് ചോദിക്കുമെന്ന് ഖുർആൻ പറയുന്നു. ഈസാ അലൈഹിസ്സലാം സുബ്ഹാനക, പടച്ചവനെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എൻ്റെ ഉള്ളിൽ തന്നെ വിശ്വാസമില്ലാത്ത കാര്യം ഞാൻ അവരോട് പറയുമോ? ഇൻ കുന്തു ഖുൽതുഹു, ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞാൽ നിനക്കതറിയാമല്ലോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, ഈ ആരോപണം ഇവരെക്കുറിച്ച് ചേട്ടന്മാര് പറയുന്നത് പോലെ, ദൈവമാക്കുന്നത് പോലെ, ദൈവപുത്രന്മാരാക്കുന്നത് പോലെയുള്ള കഠിനമായ ആരോപണമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും സുന്നികളെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നാം ചെവിക്കൊള്ളാൻ പാടില്ല. വ്യക്തമായി ദീൻ പഠിച്ച ഒരു ആലിമിനോട് ചർച്ച ചെയ്യാതെ സാധാരണക്കാരെ ഒരു ദുഷിച്ച ലഘുലേഖ നമ്മൾ വായിക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ വിമർശകരുടെ ക്ലിപ്പുകൾ നമ്മൾ കേൾക്കാൻ പാടില്ല. ഇസ്ലാമിക വിമർശകരുടെ അവരുടെ പ്രസംഗം നടക്കുന്ന സദസ്സിൽ നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ വീട്ടുകാർക്ക്, കുടുംബിനികൾക്ക് അത്തരം വോയിസുകൾ ഇട്ടുകൊടുക്കാൻ പാടില്ല. അങ്ങനെ സൂക്ഷ്മത പാലിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദീൻ അനുസരിച്ച് ജീവിച്ച് മരിക്കാൻ കഴിയൂ. നമ്മുടെ ഖബറിലേക്ക് ഒരു ഫാത്തിഹ കിട്ടുന്ന സന്താനങ്ങളായി നമ്മുടെ സന്താനങ്ങളെ വളർത്താൻ കഴിയൂ. ഇത് നിങ്ങൾ വളരെ കർക്കശമായി ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് ഉന്നത്തു താലിബീനിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച മുഅ്മിനായ മനുഷ്യന് അനിവാര്യമാണ് സുന്നത്ത് ജമാഅത്തിനെ കടിച്ചു പിടിച്ചു കൊള്ളണം. മദ്ഹബിന്റെ ഇമാമുകളെ കടിച്ചു പിടിച്ച് ജീവിച്ചു കൊള്ളണം. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞതിന് ശേഷം ഫഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്താണ് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞാൽ? ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പല്ലിങ്ങനെ കഴിയാൻ തുടങ്ങും. ചിക്കൻ ഫ്രൈ കടിച്ചിട്ട് മുന്നിലത്തെ പല്ലൊക്കെ ആദ്യം പോകും. പിന്നെയും അവശേഷിക്കാൻ സാധ്യതയുള്ള പല്ലേതാ? അണപ്പല്ല്. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാനം വരെ കടിച്ചു പിടിക്കണം, ഈ ആദർശം സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആ പരിശുദ്ധമായ പരിശുദ്ധാത്മാക്കളുടെ വഴിയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഴി. അത് നാം എല്ലാവരും മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. ആദർശവൈരികളായി വരുന്ന നമ്മുടെ പ്രസ്ഥാന വിരോധികളുടെ ഒരു ലഘുലേഖകളോ ഒരു ക്ലിപ്പുകളോ ഒരു പ്രഭാഷണങ്ങളോ നാം കേൾക്കരുതെന്നല്ല, നമ്മുടെ കുടുംബിനികൾക്കും പെൺമക്കൾക്കും നമ്മുടെ മക്കൾക്കും അത് കേൾപ്പിക്കാൻ നാം ശ്രമിക്കരുത്. അങ്ങനെ വന്നാൽ ഈ ആദർശം ഇവിടെ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്രിസ്ത്യാനികളെപ്പറ്റി അവരുടെ ആളുകൾ പറയുന്നത് പോലെ, ഈസാ നബിയെപ്പറ്റി ദൈവമാണെന്ന് പറയുന്നത് പോലെ ഔലിയാക്കൾ നമ്മുടെ ദൈവമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അത് മാക്കാനലി ബശരിൻ, ഒരു മഹാത്മാവിനും അങ്ങനെ പറയുന്ന പരിപാടി അവർക്ക് യോജിച്ചതല്ല എന്ന് ഖുർആൻ പറയുമ്പോൾ വീണ്ടും ആരോപിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആദർശങ്ങൾ സംശുദ്ധമായി പഠിപ്പിക്കുന്ന വേദികളായി നമ്മുടെ ജീലാനി ആണ്ടുകൾ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളൊക്കെ ഈ മഹത്തായ ഹാഷിമിയ ചാരുമൂട് ഹിഫ്ദുൽ ഖുർആനും ഹനഫി ദർസും നിങ്ങളുടെ കുട്ടികളെ വിട്ട് നിങ്ങൾ പഠിപ്പിക്കണം. മദ്രസയുണ്ട്. അതിന് പുറമെ ഒരു നൂറുൽ ഇലാഹ് ഹനഫിയുടെ ചെറിയൊരു ഗ്രന്ഥം നമ്മുടെ മക്കൾ പഠിക്കണം. ഞാൻ 1993 തടിക്കാട് വലിയ പള്ളിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഹനഫി അല്പം പഠിച്ചത്. അതുവരെ എനിക്ക് അറിഞ്ഞുകൂടൊന്നു. അങ്ങനെ ഒരു കൊല്ലം ഞാൻ അവിടെ നിന്നു. നൂറുൽ ഇലാഹ് ദർസ് നടത്തി, ഖുദൂരി ദർസ് നടത്തി, ഹിദായ ദർസ് നടത്തി. അങ്ങനെ കുറേ എനിക്കതിനെപ്പറ്റി പഠിക്കാൻ കഴിഞ്ഞു. ഹനഫി മദ്ഹബിൻ്റെ ഏറ്റവും കൂടുതൽ കിതാബുകളുള്ളത് തടിക്കാട് പള്ളിയിലാണ്. അങ്ങനത്തെ പള്ളികളും അങ്ങനത്തെ ഇമാമുകളും ഹനഫി മുസല്ലയായി തന്നെ നിലനിൽക്കണം. അത് മാറാൻ പാടില്ല. കുറച്ച് ഷാഫിയും കുറച്ച് ഹനഫി അങ്ങനെ പറ്റൂല. അവലൂസ് പൊടിയായിട്ടൊന്നും പറ്റൂല. മദ്ഹബായി നിലനിൽക്കണം. അത് സൂക്ഷിക്കണം. ഹനഫി മേഖലയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അവരെ മക്കളെ കൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിനും പുറമെ കിതാബുകൾ ഓതി പഠിക്കണം. അതാവട്ടെ നമ്മുടെ ഇന്നത്തെ ജീലാനി ദിനത്തിൻ്റെ സന്ദേശമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ട്, അതിനാവശ്യമായതെല്ലാം ഇൻഷാ അല്ലാഹ് നാം ഇവിടെ ഒരുക്കിത്തരും. നിങ്ങളൊക്കെ സഹായിച്ചതിനും സഹകരിച്ചതിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം പ്രതിഫലം നമ്മുടെ ബഹുമാനപ്പെട്ട
സുലൈമാൻ റാവുത്തർ നവ്വറല്ലാഹു മർക്കദഹു, അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അദ്ദേഹം ക്ഷണിച്ചു കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ മുഹമ്മദ് ദാരിമിൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹിലേക്ക് അല്ലാഹു നൽകട്ടെ. ഞങ്ങളൊക്കെ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും പഠിപ്പിച്ച, ആദർശധീരത പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മർഹൂം അബ്ദുൽ മജീദ് ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവോടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഏത് പ്രതിസന്ധി വന്നാലും സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ അടിയുറച്ച് ദീനിൽ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണമെന്ന് പഠിപ്പിച്ച താജുൽ ഉലമ. എന്താണ് താജുൽ ഉലമയുടെ മഹത്വം? എറണാകുളം 1989 എറണാകുളത്ത് നടന്ന സമ്മേളനം പല രാഷ്ട്രീയക്കാരും ഇടപെട്ട് മുടക്കാനും തടുക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ താജുൽ ഉലമ അവിടെ നിന്ന് പറഞ്ഞു, ഈ ആഭ്യന്തര കലഹം എന്ന് പറയുന്നൊരു കലഹം എല്ലാ സ്ഥലത്തും വരും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വന്ന് ഒരു കൂട്ടർ പറഞ്ഞു, ഞാൻ സക്കാത്ത് കൊടുക്കൂല, സക്കാത്ത് വാങ്ങാൻ അർഹത നബിക്കുള്ളൂ, നബി വഫാത്തായില്ലേ, ഇനി സക്കാത്ത് കൊടുക്കണ്ട എന്ന് വാദിച്ചു. ശരിയാണോ? എന്നാൽ പിന്നെ ഇപ്പോഴും സക്കാത്ത് വേണ്ടല്ലോ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. വലിയ ധൈര്യശാലിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ ഖലീഫ അവറുകൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ പാടെ പ്രശ്നത്തിൽ കിടക്കല്ലേ, അതുകൊണ്ട് അകത്തുള്ള ശത്രുക്കൾ അവിടെ നിൽക്കട്ടെ, അവരുമായിട്ട് ഇപ്പോൾ പടവെട്ടാൻ പോകണ്ട എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ പറയല്ലേ, നമ്മളിപ്പോൾ സമുദായം ഒന്നാണ്ട കാലമാണ്. ആൾക്കാർ വലിയൊരു കാര്യം പറയണം, നമ്മളിപ്പോൾ ഐക്യത്തിൽ നിൽക്കണ്ടേ, ഐക്യത്തിൽ എന്ത് ചെയ്യാനോ, പുഴുങ്ങി തിന്നാനോ? ദീൻ വിട്ടിട്ട് ഐക്യത്തിൽ നിന്നിട്ട് എന്താ പ്രയോജനം? എല്ലാവരും കലക്കി പായസം വെച്ച് കുടിക്കുമോ? അതൊക്കെ വെറും പറച്ചിലാണ്. അങ്ങനെ ഒരു സംഭവമില്ല. ദീൻ ഇവിടെ നിലനിൽക്കണം. നമ്മുടെ മുമ്പിൽ ഒരുത്തം കയറി ഇമാമത്ത് മയ്യിത്ത് നിസ്കരിക്കാൻ നേരത്ത് ഇങ്ങനെ കെട്ടണം, അവൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇങ്ങനെ കെട്ടുന്ന ആളാണ്. അപ്പോൾ ഞാൻ തുടർന്ന് നിസ്കരിച്ചില്ല. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും കുഴപ്പക്കാരനാണ്, അവർ നിസ്കരിച്ചില്ല. അത് കണ്ടു കേട്ട് അവിടെ ഇച്ചിരി കശപിശയൊക്കെ ആയി. പുന്നപ്പുറയിൽ വലിയ 3000 പേരുള്ള മഹല്ലിൽ അതുപോലെ മയ്യിത്ത് കൊണ്ടുവന്നപ്പോൾ ഒരുത്തൻ ചാടിക്കറി വന്ന് നിസ്കരിക്കാൻ അറിഞ്ഞുകൂടാ. 5 എണ്ണം കേട്ടു അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് നിസ്കരിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ നിന്നപ്പം കമാൽ മാക്കിയേക്കാണെന്ന് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും പിന്നെ തുറന്ന് നിസ്കരിക്കാൻ പറ്റില്ല. അതെന്താ? അതവിടെ ബാദശാഹ് പറഞ്ഞ് പറ്റില്ല എന്ന്. അങ്ങനെ അവിടെ രണ്ടാമത് അവർ വേറെ മാമനത്ത് മയ്യിത്ത് നിസ്കരിച്ചു. അതാണ് അതിൻ്റെ ശരി. ചെയ്ത് കാണിച്ചു കൊടുത്താൽ അതിനെ സാധാരണക്കാരായ ജനങ്ങൾ പിൻപറ്റും. അതിനുള്ള ധൈര്യം നമുക്ക് വേണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ആ സംഭവം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധൈര്യശാലിയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, അല്ല ഉമറെ, നിങ്ങൾ ഇസ്ലാമിൻ്റെ വെളിയിൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ വലിയ ധൈര്യശാലിയും ഇസ്ലാമിൽ വന്നപ്പോൾ ഒരു ഭീരുവായി പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു ഉണർന്നു. ഖലീഫ പറഞ്ഞതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ മനഊനി ഇഖാലൻ ലഖാതൽതുഹും അലാ മൻഇഹി. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സക്കാത്തായി കൊടുത്തിരുന്ന മൃഗങ്ങളുടെ, ആടുമാടുകളുടെ കഴുത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു കയറ് പോലും എനിക്ക് അവർ വിലങ്ങിയാൽ തരാതിരുന്നാൽ ലഖാതൽതുഹും അലാ മൻഇഹി, ആ സക്കാത്ത് മൃഗത്തിൻ്റെ കഴുത്തിൽ ചാർത്തിയ കയറ് തടഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. നോക്ക്, അത് ഇസ്ലാമിൻ്റെ കാര്യം. അത് ഞാൻ ഒറ്റക്കാണെങ്കിലും ചെയ്യും. അതാണ് താജുൽ ഉലമ. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാ ആലിമീങ്ങളും ധൈര്യമായി. ഒറ്റക്കായാലും എൻ്റെ ദീനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്ന് കുടുംബങ്ങളിൽ നമ്മൾ പറയണം, മക്കളിൽ നമ്മൾ പറയണം. നാം പറഞ്ഞതിനപ്പുറത്തേക്ക്, നാം പഠിച്ചതിനപ്പുറത്തേക്ക് ഒരാശയവുമായി ഒരു മകനോ മരുമകനോ ഒരു പേരക്കുട്ടിയോ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം നമുക്ക് വേണം. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ബർക്കത്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകരുതേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.